വഖഫ് ബോർഡാണോ കരം എടുക്കുന്ന കാര്യം തീരുമാനിക്കണം? അല്ല, വഖഫ് ബോർഡിൽ ഒരു കാര്യമില്ല. തഹസീൽദാർ കുറഞ്ഞ പക്ഷേ കളക്ടറോടെങ്കിലും ചോദിക്കണ്ടേ? അത് ചോദിച്ചില്ല. അതേ ഉടനെ തന്നെ ഇവിടുത്തെ വില്ലേജ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു, ഇനി മേലിൽ മുനമ്പത്തുനിന്ന് ആര് വന്നാലും ഇന്ന സർവേ നമ്പറിൽപ്പെട്ട ഒരാളുടെ കരം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസർക്ക് വേറെ മാർഗമില്ല. വില്ലേജ് ഓഫീസറെ ഞാൻ കുറ്റം പറയുകയില്ല. അപ്പോൾ സംഭവിച്ചതാണ്. ഇതിന് യാതൊരു നിയമപ്രാബല്യമില്ല, നിയമസാധുതയുമില്ല. ഇത് വഖഫ് അല്ല. വഖഫ് ആയിരുന്നെങ്കിൽ തന്നെ അത് കൈമാറ്റം ചെയ്തപ്പോൾ വഖഫ് അല്ലണ്ടേ. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ഈ പോണ വഴി മുഴുവനും വഖഫ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സമ്മതിക്കും? നിങ്ങൾ സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കുകയില്ല. ഇപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പറയും അഡ്വക്കേറ്റ് ജയശങ്കർ താമസിക്കുന്ന സ്ഥലം പണ്ട് ടിപ്പു സുൽത്താൻ ആ വഴിക്ക് പോയപ്പോൾ, ടിപ്പു സുൽത്താൻ ആലുവ വരെ വന്നിട്ട് പോയി, ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് പുള്ളി വഖഫ് ചെയ്തിട്ട് പോയതാണ്, അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മാറില്ല. കരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കരം കൊടുക്കില്ല എന്നുള്ളൂ. അല്ലാണ്ട് ഒരു കാരണവശാലും മാറുകയില്ല, മാറേണ്ട ആവശ്യമില്ല.